ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനും പാർട്ടി നേതൃത്വത്തിനും വീഴ്ച പറ്റിയെന്ന് കെപിസിസിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. പരാജയം അന്വേഷിച്ച കെ.സി. ജോസഫ്, ടി. സിദ്ദിഖ്, ആർ. ചന്ദ്രശേഖരൻ എന്നിവരടങ്ങിയ സമിതി റിപ്പോർട്ട് കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരന് സമർപ്പിച്ചു. വീഴ്ച കണ്ടെത്തിയെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് സൂചന. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി വേണ്ടെന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തിയത്. രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തീരുമാനം. 2019 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് കോൺഗ്രസ് ജയിച്ച ആലത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ CPMലെ കെ. രാധാകൃഷ്ണനോട് 20,111 വോട്ടിനാണ് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത്. UDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലും ജയസാധ്യതയുണ്ടായിരുന്നു എന്നാണ് KPCC വിലയിരുത്തിയത്. എന്നിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അന്വേഷിക്കണമെന്ന് നേതൃയോഗങ്ങളിൽ അഭിപ്രായമുയർന്നു. പാലക്കാട് നേതൃത്വത്തിനും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനും നേരെ പരാതികളും ഉയർന്നിരുന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ നേതാക്കളെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സമിതി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൽ നിന്നും തെളിവെടുപ്പും നടത്തി. നേതൃത്വവും സ്ഥാനാർത്ഥിയും തമ്മിലെ ഏകോപനത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് കമ്മിറ്റി പ്രധാനമായും കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ രണ്ടു ഭാഗത്തും വീഴ്ച സംഭവിച്ചിട്ടുമുണ്ട്. നടപടിയുടെ കാര്യത്തിൽ സമിതി നിർദ്ദേശങ്ങളൊന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടുമില്ല. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതിരിക്കാനാണ് KPCC നേതൃത്വത്തിന്റെ കൂടി താൽപര്യത്തോടെ ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് നിലവിലെ സൂചന. ആലത്തൂരിലെ പരാജയം പാർട്ടി പരിശോധിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സമിതി റിപ്പോർട്ടിൽ തുടർ നടപടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും KPCC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. 2008 മണ്ഡല പുനഃക്രമീകരണത്തിൽ രൂപീകൃതമായതാണ് ആലത്തൂർ മണ്ഡലം. 1984 മുതൽ 92 വരെ മുൻ രാഷ്ട്രപതി KR നാരായണൻ MP ആയിരുന്ന ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമാണ് പിന്നീട് ആലത്തൂർ മണ്ഡലമായത്. പട്ടികജാതി സംവരണ മണ്ഡലം കൂടിയാണ് ആലത്തൂർ എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. പാലക്കാട് ജില്ലയിൽപ്പെട്ട ചിറ്റൂർ, നെന്മാറ, തരൂർ, ആലത്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളുമാണ് ആലത്തൂരിൽ ഉൾപ്പെടുന്നത്. നിലവിൽ ഇവയെല്ലാം തന്നെ LDF മണ്ഡലങ്ങളുമാണ്. മണ്ഡലത്തിലെ നിലവിലെ സ്ഥിതി ഏറെക്കുറെ CPMന് അനുകൂലമാണ് എന്ന് പറയാവുന്നതുമാണ്. 7 LDF മണ്ഡലങ്ങളുമാണ്. യഥാർത്ഥത്തിൽ അതും രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമാണ്. ഭൂരിഭാഗം പഞ്ചായത്തുകളും LDFന് ഒപ്പവുമായിരുന്നു. കണക്കുകൾ പ്രകാരം മണ്ഡലം LDF തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ 2019 പോലെ രമ്യ ഹരിദാസിന് ഈ തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പമാകില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പുതുമുഖമായതിനാൽ തന്നെ പാട്ടുപാടി വിജയിച്ച ലാഘവത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മറുകണ്ഠം കടക്കാനാകില്ല എന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു. ഇക്കാര്യം കോൺഗ്രസിനും വ്യക്തമായിരുന്നു. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കുണ്ടായ നേട്ടവും വിലയിരുത്തപ്പെടുമെന്ന കാര്യവും തീർച്ചയായിരുന്നു. മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ വളരെ സജീവമായാണ് രമ്യ ഇടപെട്ടത് എങ്കിലും ഇത്തവണ രമ്യക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് പരാതികൾ രമ്യയ്ക്ക് എതിരെ പാർട്ടിയിൽ നിന്നും ഉയർന്നും കഴിഞ്ഞതാണ്. 2019 വിജയത്തിന് ശേഷം രമ്യ പ്രാദേശിക നേതാക്കൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാറില്ല എന്നും പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്ന പരാതികളുമാണ് പ്രാദേശിക നേതാക്കളടക്കം ഉന്നയിച്ചിരുന്നത്. ഇത് രമ്യ ഹരിദാസിന്റെ പ്രചാരണ പരിപാടികളെ വളരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പ്രചാരണത്തിനായി ഇറങ്ങുമ്പോൾ ആളുകൾ സ്വയം സംഘടിക്കുകയും പ്രചാരണത്തിനായി പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണത്തെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല. രമ്യയ്ക്കൊപ്പം പാർട്ടി നിശ്ചയിച്ച ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പാർട്ടിക്കുള്ളിലെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ പോലും സാധാരണക്കാർക്കിടയിൽ രമ്യയ്ക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട്. അതുമാത്രമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകം. എന്നാൽ പ്രാദേശിക നേതാക്കളുടെ ഇടച്ചിൽ തിരിച്ചടിയായി എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. MP എന്ന നിലയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും തന്നെ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് വെച്ചിട്ടില്ല എന്ന ആരോപണവും ശക്തമായിരുന്നു. പാർലമെന്റ് മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് 1734 കോടി രൂപ ചെലവഴിച്ചുവെന്നാണ് രമ്യ ഹരിദാസിന്റെ അവകാശവാദം. ആലത്തൂരിലെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിൽ 50ലധികം തവണ സംസാരിച്ചിരുന്നുവെന്നും രമ്യ ഹരിദാസ് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവയെല്ലാം തന്നെ കേവലം വാക്കുകളിൽ മാത്രം ഇടപിടിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇപ്പോൾ പരാജയത്തെ സംബന്ധിച്ച KPCCയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അതായത് സ്ഥാനാർത്ഥിക്കും നേതാക്കൾക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്ന കാര്യം. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായി എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിലെ അണികൾക്കുള്ളിലെ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് നാളെ ഇതുവരെ കോൺഗ്രസ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടും വലിയ വിജയമുണ്ടായിട്ടും കോൺഗ്രസിന് അത് കൃത്യമായി ആസ്വദിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉള്ളത് എന്നുള്ളതാണ്. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനുദാഹരണമാണ് തൃശൂർ ലോക്സഭ
ലോക്സഭാ മണ്ഡലത്തിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ശേഷം സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അസ്വസ്ഥതകളും പുറത്തു വന്നതാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ട സ്ഥിതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നേതൃതല പുനഃസംഘടന പോലും സംഘടിപ്പിക്കേണ്ട അവസ്ഥയിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അഴിച്ചുപണിക്ക് ഒരുങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് രമ്യ ഹരിദാസ് ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് CPM യാതൊരു കാരണവശാലും ആലത്തൂർ മണ്ഡലം വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കെ രാധാകൃഷ്ണനെ പോലും നിയമസഭയിൽ നിന്നും ഇറക്കിക്കൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം 2019 രമ്യ ഹരിദാസ് നേടിയ 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ വിജയം തന്നെയാണ്. എന്നാൽ 2024 എത്തുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ടെങ്കിലും രമ്യ ഹരിദാസിനെതിരെ അണികൾക്കിടയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും അണികൾക്കിടയിൽ വലിയ തരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ CPM-നെ സംബന്ധിച്ച് വളരെ കെട്ടുറപ്പോടുകൂടിയുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെക്കാനായി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മാത്രമല്ല കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുമുണ്ട്. അഥവാ തെരഞ്ഞെടുപ്പ് വിജയത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നും പറയാം. എന്ത് തന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കണ്ണടച്ച് ഒരു നടപടിക്രമത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വീണ്ടും ക്ഷീണം തന്നെയായിരിക്കും കോൺഗ്രസിന് സമ്മാനിക്കുക. വയനാട്, ചേലക്കര, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രമ്യ ഹരിദാസ് ആണ്. ചേലക്കരയെ സംബന്ധിച്ച് രമ്യ ഹരിദാസിന് ഏറെ സ്വാധീനം കൂടുതലാണ് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭ്യമായത് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുതന്നെയാണ് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് വീണ്ടും രമ്യ ഹരിദാസിനെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചതും. എന്തു തന്നെയാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വയനാടിന്റെ ഒരു രാഹുൽ തരംഗം പോലെ ഒരു പ്രിയങ്ക തരംഗം കൂടി അലയടിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു പെരുമഴയിൽ ഒരുപക്ഷെ പാലക്കാടും ആലത്തൂരും മരം പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF നേതൃത്വമുള്ളത്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അത് വീണ്ടും തിരിച്ചടിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.